ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ വിശ്വാസത്തിനായി രക്തസാക്ഷിത്വം വരിച്ചവർ നിരവധിയാണ്. എന്നാൽ ശത്രുക്കൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അത്ഭുതകരമായി മരണമുഖത്തു നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ചില വിശുദ്ധരുണ്ട്. അത്തരത്തിൽ മരണത്തിൽ നിന്ന് അത്ഭുതകരമായി അതിജീവിച്ച 6 വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജനിച്ച വിശുദ്ധ ഡെന്നീസ് ഫ്രാൻസിലെ പാഗൻ വംശജർക്കിടയിൽ സുവിശേഷം പ്രസംഗിക്കാനാണ് നിയോഗിക്കപ്പെട്ടത്. ഡെന്നീസിന്റെ പ്രസംഗങ്ങളിൽ ആകൃഷ്ടരായി അനേകർ ക്രിസ്തു മതത്തിലേക്ക് മാറുന്നത് കണ്ട ഭരണാധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പാരീസിലെ ഏറ്റവും ഉയർന്ന കുന്നിൻ മുകളിൽ വെച്ച് തലയറുത്ത് കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്തു. തല വെട്ടിമാറ്റപ്പെട്ട ഉടനെ മരണം സംഭവിക്കുന്നതിന് പകരം അവിടെ കൂടിയിരുന്നവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു അത്ഭുതം സംഭവിച്ചു. വെട്ടിമാറ്റപ്പെട്ട സ്വന്തം തല കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കുകയും ചുറ്റും നിന്നവരോട് പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് സ്തംഭിച്ചുപോയ പടയാളികൾക്കും അധികാരികൾക്കും അദ്ദേഹത്തെ തടയാൻ കഴിഞ്ഞില്ല. കയ്യിൽ സ്വന്തം തലയുമായി 6 മൈലോളം ദൂരം അദ്ദേഹം നടന്നു പ്രസംഗിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. 6 മൈൽ പിന്നിട്ട ശേഷം അദ്ദേഹം നിലം പതിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തു. അടുത്തത് യോഹന്നാൻ ശ്ലീഹായെ പറ്റിയാണ്. AD 95 യോഹന്നാൻ ശ്ലീഹായെ അറസ്റ്റ് ചെയ്ത റോമൻ അധികാരികൾ അദ്ദേഹത്തെ കൊളോസിയത്തിൽ വെച്ച് പൊതുജന മധ്യത്തിൽ വധിക്കാൻ ഉത്തരവിട്ടു. തിളച്ചുമറിയുന്ന എണ്ണയിലിട്ട് കൊല്ലുക എന്നതായിരുന്നു ശിക്ഷാവിധി. എന്നാൽ വലിയൊരു ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി അദ്ദേഹത്തെ എണ്ണപാത്രത്തിലേക്ക് എറിഞ്ഞപ്പോൾ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അത്ഭുതം സംഭവിച്ചു. തിളയ്ക്കുന്ന എണ്ണയിൽ കിടന്നിട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പൊള്ളൽ പോലും ഏറ്റില്ല. യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഒന്നും സംഭവിക്കാത്തത് കണ്ട് കൊളോസിയത്തിൽ തടിച്ചുകൂടിയ ജനങ്ങൾ അത്ഭുതപ്പെടുകയും അവർ ക്രിസ്തുമതത്തിലേക്ക് മാറുകയും ചെയ്തുവെന്നാണ് ചരിത്രം. കൊല്ലാൻ പലവിധത്തിൽ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട അധികാരികൾ പ്രകോപിതരാവുകയും ഒടുവിൽ അദ്ദേഹത്തെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ഈ നാടുകടത്തലിനിടയിലാണ് ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപാട് അദ്ദേഹം രചിച്ചത്. പിന്നീട് ഏകദേശം AD 95 അദ്ദേഹം വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ അന്തരിച്ചു. മരണത്തിൽ നിന്ന് അത്ഭുതകരമായി അതിജീവിച്ച 3ാമത്തെ വ്യക്തിയാണ് വിശുദ്ധ പോളികാർപ്പ്. AD 167 അധികാരികൾ പോളികാർപ്പിനെ അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഡിയത്തിൽ വെച്ച് തീയിലിട്ട് കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്തു. അദ്ദേഹത്തെ മരത്തൂണിൽ കെട്ടിയിട്ട് തീ കൊളുത്തിയെങ്കിലും ആളിപ്പടർന്ന തീജ്വാലകൾ അദ്ദേഹത്തെ സ്പർശിച്ചില്ല. കത്തുന്ന മാംസത്തിന്റെ ഗന്ധത്തിന് പകരം ചുട്ടുപഴുത്ത സ്വർണത്തിന്റെയോ വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യങ്ങളുടെയോ മണമാണ് അവിടെ അനുഭവപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീ കൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ കഴിയില്ലെന്ന് കണ്ട അധികാരികൾ ഒരു പടയാളിയോട് അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്താൻ ഉത്തരവിട്ടു. പടയാളി അദ്ദേഹത്തെ കുത്തിയപ്പോൾ മുറിവിൽ നിന്നും ഒരു പ്രാവിൻ കുഞ്ഞ് പുറത്തു വന്നതായും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയ രക്തം അവിടെ ആളിപ്പടർന്ന അഗ്നിയെ പൂർണ്ണമായും അണച്ചതായും ചരിത്രം പറയുന്നു. അവസാനം അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചെങ്കിലും ആ നിമിഷം വരെ ദൈവം അദ്ദേഹത്തിനെ കാവലായി നിന്നത് അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ വിസ്മയിപ്പിച്ചു. ഏലിയ പ്രവാചകനും മരണത്തിനെ തൊടാൻ കഴിയാത്ത വ്യക്തിയാണ്. ഒരിക്കൽ ബാലിന്റെ പുരോഹിതന്മാരും ഏലിയായും തമ്മിൽ ഒരു വെല്ലുവിളി നടന്നു. ആകാശത്തു നിന്ന് ആരെ അഗ്നി ഇറക്കി ബലിമൃഗത്തെ ദഹിപ്പിക്കുന്നുവോ അവനായിരിക്കും യഥാർത്ഥ ദൈവം എന്നായിരുന്നു പരീക്ഷണം. ബാലിന്റെ പുരോഹിതന്മാർ ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഏലിയ തന്റെ ബലിപീഠത്തിൽ വെള്ളമൊഴിച്ചു നനച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച ഉടനെ ആകാശത്തു നിന്ന് അഗ്നി ഇറങ്ങുകയും ബലി ദഹിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇത് ഭരണാധികാരികളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. എതിരാളികൾ ഏലിയായെ കൊല്ലാൻ തക്കം പാർത്തിരുന്നെങ്കിലും ദൈവം അദ്ദേഹത്തിനായി കരുതി വെച്ചത് മറ്റൊരു വിധിയായിരുന്നു. തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ലോകത്തെ മുഴുവൻ സാക്ഷിയാക്കി അഗ്നിജ്വാലകളാൽ പൊതിഞ്ഞ ഒരു രഥത്തിൽ ഏലിയ ജീവനോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സാധാരണ മനുഷ്യരെ പോലെ മരണം അദ്ദേഹത്തെ സ്പർശിച്ചില്ല. ബൈബിൾ ചരിത്രത്തിൽ ഏലിയായെ കൂടാതെ മരണത്തെ അഭിമുഖീകരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഹെനോക്കാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരുന്ന അദ്ദേഹത്തെയും ദൈവം നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്നുവെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിലെ പ്രവാചകന്മാരിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രവാചകനാണ് ദാനിയേൽ. പ്രവാസകാലത്ത് ബാബിലോണിലെ ഭരണകൂടത്തിൽ ഉന്നത പദവികൾ അലങ്കരിച്ചിരുന്ന ദാനിയേൽ പ്രവാചകൻ മരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട സംഭവം പുരാതന ചരിത്രരേഖകളിൽ ഇന്നും വിസ്മയമായി തുടരുന്നു. ദാനിയേലിനോട് അസൂയ പൂണ്ട മറ്റുദ്യോഗസ്ഥർ രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അടുത്ത 30 ദിവസത്തേക്ക് രാജാവിനെ അല്ലാതെ മറ്റൊരു ദൈവത്തെയോ മനുഷ്യനെയോ ആരാധിക്കുന്നവരെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് എറിയണമെന്നായിരുന്നു നിയമം.
എന്നാൽ തന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്ന ദാനിയേൽ പതിവ് പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തുടർന്നു. നിയമം ലംഘിച്ചതിന്റെ പേരിൽ രാജാവിനെ ഇഷ്ടമില്ലാതിരുന്നിട്ടും ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് എറിയാൻ അദ്ദേഹം ഉത്തരവിട്ടു. ആ രാത്രി മുഴുവൻ ദാനിയേൽ ക്രൂരരായ സിംഹങ്ങൾക്കൊപ്പം ഗുഹയിൽ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ പരിഭ്രാന്തനായി ഗുഹയിലെത്തിയ രാജാവ് കണ്ടത് വിശ്വസിക്കാനാവാത്ത കാഴ്ചയായിരുന്നു. ഒരു പോറൽ പോലും ഏൽക്കാതെ ദാനിയേൽ ജീവനോടെ ഇരിക്കുന്നു. ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു എന്നായിരുന്നു ദാനിയേലിന്റെ സാക്ഷ്യം. ദാനിയേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ബോധ്യപ്പെട്ട രാജാവ് അദ്ദേഹത്തെ ഗുഹയിൽ നിന്ന് മോചിപ്പിക്കുകയും ദാനിയേലിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ ശിക്ഷിക്കുകയും ചെയ്തു. അവസാനമായി സിയന്നയിലെ വിശുദ്ധ കത്രീനയുടെ ജീവിതമാണ്. മറ്റ് വിശുദ്ധരെ പോലെ രക്തസാക്ഷിത്വം വരിക്കുകയോ കൊല ചെയ്യപ്പെടാൻ വിധിക്കപ്പെടുകയോ ചെയ്തുകൊണ്ടല്ല കാതറിൻ ഈ പട്ടികയിൽ ഇടം പിടിച്ചത്. മറിച്ച് ഏകദേശം 19 വർഷത്തോളം വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് ഒഴിച്ചാൽ മറ്റ് ആഹാരങ്ങളൊന്നും അവർ കഴിച്ചിരുന്നില്ല. ഇത്രയും ദീർഘകാലം കഠിനമായ ഉപവാസം അനുഷ്ഠിച്ചിട്ടും സഭയ്ക്കും സമൂഹത്തിനുമായി സജീവമായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് വലിയൊരു അത്ഭുതമായി കണക്കാക്കപ്പെടുന്നു. വെറുമൊരു മിസ്റ്റിക് മാത്രമല്ല, മാർപ്പാപ്പയെ പോലും തിരുത്താൻ ധൈര്യം കാണിച്ച ധീരയായ വനിതയായിരുന്നു അവർ. തന്റെ 33-ാം വയസ്സിൽ അവർ ഇഹലോകവാസം വെടിഞ്ഞെങ്കിലും അതിനു മുൻപുള്ള ദശാബ്ദങ്ങളിൽ അവർ നയിച്ച തീക്ഷ്ണമായ ആത്മീയ ജീവിതവും ഉപവാസവും ഇന്നും ചരിത്രകാരന്മാരെയും ശാസ്ത്രലോകത്തെയും വിസ്മയിപ്പിക്കുന്നു. സാധാരണ മനുഷ്യർക്ക് ആഹാരമില്ലാതെ ഏതാനും ദിവസങ്ങൾ പോലും ജീവിക്കാൻ പ്രയാസമുള്ളപ്പോൾ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ട് 19 വർഷം മുന്നോട്ടു പോകാൻ അവർക്ക് സാധിച്ചു എന്നത് വലിയൊരു വിശ്വാസ സത്യമായി ഇന്നും നിലകൊള്ളുന്നു. മരണം എല്ലാത്തിന്റെയും അവസാനമാണെന്ന് കരുതുന്ന ലോകത്തിനു മുന്നിൽ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് ആ ചിന്തയെ തിരുത്തിക്കുറിച്ചവരാണ് ഈ വിശുദ്ധർ. തിളയ്ക്കുന്ന എണ്ണയോ ആളിപ്പടരുന്ന അഗ്നിയോ വിശക്കുന്ന സിംഹങ്ങളോ എന്തിനെ വാളിന്റെ മൂർച്ച പോലും ദൈവഹിതമില്ലാതെ ഒരു വിശ്വാസിയെ സ്പർശിക്കില്ലെന്ന് ഇവരുടെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നു.